ഇവിടെ ഒരാളത്തെ ഞാൻ ഒരു കൂടോത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് സൂക്ഷിച്ചിരുന്നു. അവിടെ ഇരിപ്പുണ്ട്. കൂടോത്രം ഇരിപ്പുണ്ട്. അതെടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. പലരും പലതും പറയും. തന്റെ ഇടം ഉണ്ടെങ്കിൽ കൂടോത്രത്തിന് വിശ്വാസമില്ലെങ്കിൽ വലുതേ ഉണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് അറ്റത്ത് കൊണ്ടുവന്ന് ഇരുത്തി തന്നെ, അല്ലാണ്ട് ഇപ്പൊ ലക്ഷ്മിയുടെ അടുത്തിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. പക്ഷെ അതിനൊന്നും ഒരു നന്ദി. എന്നാൽ സാക്ഷാൽ നമ്മുടെ അലൻസിറേട്ടന്റെ അടുത്ത് എന്താ പഠിച്ചത്? ഒരു കാറിലായിരുന്നു നമ്മൾ അങ്ങോട്ട് സെറ്റിലോട്ട് പോകുന്നത്. അപ്പൊ ആള് തമാശയൊക്കെ പറഞ്ഞ എനിക്കെതിരെ കൂടോത്രം ചെയ്ത പലരെ എനിക്കറിയാം. മലയാള സിനിമയിലോ? പിന്നെ എനിക്ക് എന്റെ അന്യഗ്രഹത്തിൽ നിന്ന് കൂടോത്രം ചെയ്യുന്നു. ആ കൊച്ചിയിലായിരുന്നു ഞാൻ ചത്തുപോയത്. എന്റെ പാറയുടെ അറ്റത്തോണ്ട് നിർത്തിയിട്ട് ഒന്ന് ഓടി ഇറങ്ങി പോവാൻ മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമായി. എത്ര പേര് എന്നോട് നന്ദി പറഞ്ഞതെന്നറിയോ? സൗഹാർദ്ദത്തെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച വേഷമുണ്ട്. എന്റെ സുഹൃത്ത് ചെയ്യുന്ന സിനിമയിൽ എനിക്ക് വേഷമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. കമ്മിറ്റി പടം രാജീവിനോട് പറഞ്ഞു, നിങ്ങൾ എവിടെ ഫ്രെയിം വെച്ചാലും ഞാൻ അവിടെ വന്ന് നിൽക്കും ആ പശുവായിട്ട്. ഞാൻ 200 പടത്തിന്റെ മുകളിൽ 200 പടം ചെയ്തു. ഒരു ബിഗ് ബോസിൽ പോയി അഭിനയിച്ച അടുത്ത സീസൺ വിളിച്ചാൽ പോകും. സംസ്കൃതത്തിലാണ് കിട്ടും. സമയത്താണോ പ്രായം ചെല്ലുമ്പോഴേ ചില ആൾക്കാർക്ക് റിലേ വിട്ടുപോകും. ഞാൻ ഇങ്ങനെ പണത്തിലുണ്ടെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ പോയിരുന്നില്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വിശേഷങ്ങൾ കൂടോത്രം സിനിമ നമ്മുടെ ഫെബ്രുവരി 12 നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്ന കൂടോത്രം സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഒരുപാട് ആക്ടേഴ്സ് ഉള്ള ഒരു മൂവിയാണ്. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ ഇപ്പൊ കുറച്ച് പേരാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്കൊക്കെ കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടോ? കൂടോത്രത്തിലോ? കൂടോത്രത്തില് വിശ്വാസം. കൂടോത്രത്തില് എനിക്കുണ്ട്. ഉണ്ട്. എന്താ ചേട്ടാ അങ്ങനെ വിശ്വാസം വരാൻ കാരണം? 12-ാം തീയതി തിരിച്ചറിയാം. അത് ഏറ്റവും ഇല്ലാന്നുള്ളത് അല്ലേ? ഒരു കാര്യം ചെയ്യൂ, കൂടോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കൂടോത്രത്തിനും പ്രാർത്ഥിക്കണം. പിന്നെ കൂടോത്രം വെക്കണം. അതെ. അല്ല, ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാം ഞാനൊരു കൂടോത്രത്തിലുണ്ട്, ഭാഗമാണ്, അതിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കും എന്ന് നമുക്ക് വളരെ ഇതായിട്ട് പറയാൻ പറ്റുമല്ലോ. ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതെ അതെ അതെ, എനിക്ക് കൂടോത്രത്തിന് വിശ്വാസമുണ്ട്. ഉണ്ട്. കാരണം ദൈവത്തിൽ വിശ്വസിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ സാത്താനെ വിശ്വസിച്ചൂടാ? സാത്താനെ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണോ? അല്ലല്ലോ. അല്ലേ? അല്ലേ? അങ്ങനെ ഒരു പഴയ നിയമത്തിലും പറയുന്നില്ല. ആദത്തെ സൃഷ്ടിച്ചോ പറയുന്നുണ്ട്, ഹവ്വയെ സൃഷ്ടിച്ചോ പറയുന്നുണ്ട്. ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. സാത്താനെ സൃഷ്ടിച്ചത് ആരാണെന്ന് സാത്താനും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാരാ? നന്മയും തിന്മയും ഉണ്ട്. എനിക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്. എനിക്കെതിരെ കൂടോത്രം ചെയ്ത പലരെ എനിക്കറിയാം. മലയാള സിനിമയിൽ. സിനിമയിലോ? പിന്നെ സംശയമില്ല. പിന്നെ എനിക്ക് എന്താ അന്യഗ്രഹത്തിൽ നിന്ന് കൂടോത്രം ചെയ്യാമോ? ചേട്ടൻ അങ്ങനെ ലൈഫിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചേട്ടൻ ആരെങ്കിലും ശ്രീജിത്ത് രവി എത്ര കൂടോത്രം ചെയ്തിട്ടുണ്ടോ? അതെന്താറിയോ, അത് ഈ പ്രായം ചെല്ലുമ്പോഴേ ചില ആൾക്കാർക്ക് റിലേ വിട്ടുപോകും. അതാ അതിന് പ്രായം ആർക്കാ ചെന്നതെന്ന് ചോദിക്കണം. ഈ നരയിലല്ല പ്രായം, സെൻസ് വേണം. ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളൊക്കെയാ. പക്ഷെ സംഗതി ശരിയാ, ഞാൻ വല്ലപ്പോഴും ഒരു കൂടോത്രമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെന്താ വെച്ചാൽ ഇത് ഏറ്റവും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കൂടോത്രം ഏൽക്കൂല. കാരണം നമ്മള് മറ്റേ ബൗൺസ് ചെയ്ത് എനർജി ബൗൺസ്, നമ്മൾ ആക്ടേഴ്സ് തമ്മിൽ പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, നമ്മള് ഗിവ് എനർജി ടേക്ക് എനർജി ബൗൺസ് ഓഫ് ചെയ്യണം മറ്റേ ആക്ടറിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഞാൻ പരമാവധി അങ്ങോട്ട് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ബൗൺസ് ചെയ്ത് ഡബിൾ ആയിട്ട് തിരിച്ചെനിക്ക് കിട്ടും. ഞാൻ പരമാവധി കൊടുത്തോണ്ടിരിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പണത്തിലുണ്ടെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ പോയിരുന്നില്ല. അറിയണ്ടേ ഇവിടെ അതിന്റെ. ഞാനിപ്പോ ഇന്റർവ്യൂവിന് വന്നപ്പോ ഭാര്യയെ കണ്ടു, ശ്രീജിത്തിന്റെ. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ വന്നിട്ടുണ്ടോ? അവൻ വന്നിട്ടുണ്ട്. ഞാൻ വരുന്നില്ലാന്ന് പറഞ്ഞു. എന്നാ ഞാൻ വരുന്നില്ല താഴേക്ക്. ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു സിങ്കോട്ട് പ്രശ്നമുണ്ട്, ശരിയാവുന്നില്ല. ആ സിനിമയിൽ വന്നിട്ട് ഞാൻ ആ മലയുടെ മുകളില് കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ പാവത്തിനെ ഭയങ്കര ടോർച്ചറായിരുന്നു. അതായത് പാവം ഒരു
ഒന്നുമില്ലെങ്കിൽ വയസ്സായ ഒരു മനുഷ്യനെ മനുഷ്യൻ അതുപോലും ബൈച്ചേട്ടൻ കണ്ടിടക്കില്ല. എല്ലാ ദിവസവും അവിടെ വരെ അത് കയറ്റി. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നതിനാണ് പുള്ളി എന്തുമാത്രം ഇതിന് പുള്ളിക്ക് എന്തോ പ്രായത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ചേട്ടൻ ഡൈ അടിച്ചിട്ട് വന്നിരിക്കുക അതിന്റെ പറയണ്ടേ. അതാണ് ഡൈ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ. ഇതിപ്പോ ഡൈ അടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ അത് കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കൊന്നുമില്ലെങ്കിലും ഡൈ അടിക്കാം. അപ്പൊ ഇത് കഷ്ടപ്പെട്ട് മുകളില് ഈ കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തുന്നു. 2 ദിവസം ഫൈറ്റ് എന്ന് പറഞ്ഞ് ഫൈറ്റ് വളരെ നന്നായി വരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് 4 ദിവസമായി 5 ദിവസമായി. ഈ 5 ദിവസം ഈ പാവത്തിനെ കൊണ്ടുപോയി മുകളിൽ. അപ്പൊ ഇത് ഫൈറ്റ് എടുക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വീഴുകയും പറയുകയും ചെയ്യുമ്പോൾ ഞാൻ സത്യത്തിൽ ഇങ്ങനെയുടെ ഓപ്പോസിറ്റാ. പക്ഷെ ഞാൻ ഇതിനെ രക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാരണം ഇത് പാവത് വീണ് പോകുന്നു. അപ്പൊ ഇത് ഉടഞ്ഞു പോരുതല്ലോ. സത്യം പറഞ്ഞ ഞാനാണ് രക്ഷിച്ചത്. അലഞ്ചേട്ടനെ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴെ പോയി ഉടയാതെ രക്ഷിച്ചത്. അല്ലെങ്കിൽ കൂടോത്തത്തില് മുട്ട പോലെ ഉടഞ്ഞു പോകേണ്ട ഒരു ഐറ്റം ആയിരുന്നു അത്. പക്ഷെ ഞാൻ പല പ്രാവശ്യം വീഴാൻ പോകും. പക്ഷെ അതിനൊന്നും ഒരു നന്ദി അല്ല, ഞാൻ ആ കാറിൽ കയറുമ്പോ എന്നെ കൊണ്ട് മലയിലേക്ക് കയറ്റിക്കൊണ്ട് യേശുക്രിസ്തുവിനെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകണം. അതെന്നോട് ദിയ പറഞ്ഞു. ചോദിക്കണം ഭയങ്കര ഈസി ആയിട്ട് എന്ത് മല കയറി പോകാറുണ്ടായിരുന്നല്ലോ. ചോദിക്കണം. സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റമായിരുന്നു. ഞങ്ങക്ക് പിന്നെയും കുഴപ്പമില്ല. ആ കുറെ ദിവസം കഴിയുമ്പോ എന്നാലും നമ്മൾ മേലെത്തുമ്പോഴത്തേക്കും ഇങ്ങനെ കിതയ്ക്കും. അത്ര ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റും ആണ്. എങ്ങനെ കയറി ചേട്ടാ? ഇതായിരുന്നു അപ്പൊ ശരിക്കും അവസ്ഥ. യേശുക്രിസ്തു കുരിശിയോ അല്ല കേറിയിട്ടില്ല. അലഞ്ചേട്ടൻ കേറില്ല, കേറ്റുകയായിരുന്നു അല്ലേ? എന്നിട്ടാ സുധീകോപ്പ എന്ന് പറഞ്ഞ ഇത് യേശുസ് പറയാൻ കാരണം എന്താ അറിയുമോ? യേശുസിന് 2 സൈഡിലും കള്ളന്മാരാണല്ലോ. അതിന്റെ അകത്ത് ചെറിയ വ്യംഗ്യമുണ്ട്. അത് നിങ്ങക്ക് മനസ്സിലാവാത്ത എല്ലാത്തിലും കളകളിയും സൂത്രങ്ങളും നമ്മളെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയും. ദിവസം താഴെ ഇറങ്ങി വരുമ്പോ എന്റെ കാറിനകത്തൊരു മുട്ട ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഇതാരുടെ ഇവിടെ കൊണ്ടുവച്ചത്? അപ്പൊ പറഞ്ഞു ശ്രീ. അത് പുഴുങ്ങിയ മുട്ട എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ എപ്പോഴും മൊത്തത്തിൽ ഇപ്പൊ ഒരു ടോട്ടൽ പാക്കേജ് ഏത് മൂവി വന്നു പറഞ്ഞാലും ഭർത്താവിന് വന്നാലും ഭാര്യയ്ക്ക് വന്നാലും നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ സിനിമകൾ ചെയ്യണം തീരുമാനിച്ചു. ഇതിന് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ വിളിച്ചപ്പോ ഒരാളുണ്ടെങ്കിൽ മറ്റേ മറ്റുള്ളൂ. ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നോ? ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒന്നുമില്ല. ആ പരിപാടിയില്ല. എന്നെക്കാളും കൂടുതൽ കാശ് മേടിക്കുന്നുണ്ട് ഇപ്പൊ. ഇനി 3-യാ. മോനുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. ഫുൾ പാക്കേജ് എടുത്തിട്ടില്ല. 3-4 പേരുണ്ട് വീട്ടില്. ഫുൾ പാക്കേജ് എടുത്തിട്ടില്ല. ഇതിന് പകുതി പാക്കേജ് എടുത്തിട്ടുള്ളൂ. ഇതിന് നിങ്ങൾ ഭാര്യ ഭർത്താവാണോ? അല്ലല്ല, പരിചയമേ ഇല്ല. ഇവരെല്ലാരും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. കമ്പാരിറ്റീവ്ലി കുറച്ച് ഡേറ്റ്സിലേ ഉള്ളൂ. ഞാൻ നെഗറ്റീവ് ആണ്, പക്ക നെഗറ്റീവ്. പക്ക നെഗറ്റീവ്. അപ്പൊ ഇവള് വീട്ടിലെ പോലെ തന്നെ ഈസി ആയിരുന്നു. വളരെ ഈസി. കൊച്ചിയിലായിരുന്നു ഞാൻ ചത്തുപോയത്. എന്റെ പാറയുടെ അറ്റത്തോണ്ട് നിർത്തിയിട്ട് ഒന്ന് ഓടി ഇറങ്ങി പോവാൻ. താഴേക്ക് ഓടി ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടുന്ന് ഒരു സ്റ്റെപ്പ് താഴേക്ക് വെച്ചാൽ പിന്നെ ഏറ്റവും താഴെ എത്തും. കാരണം അത് അങ്ങനെ നമുക്ക് നിർത്താനൊന്നും പറ്റില്ല, അങ്ങനെ പോണം. അപ്പൊ അവിടെ നമുക്ക് സീക്വൻസ് വൈസ് ഓടണം, താഴേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ താഴെ ഒരാളെ പിടിക്കാൻ നിൽക്കണം. ഇതൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമായി ഇവൻ കൂടോത്രം ചെയ്ത്. അവസാനം അങ്ങനെ വന്നേനെ. ശ്രീജിത്ത് രവിയുടെ കൂടോത്രം. എത്ര പേര് എന്നോട് നന്ദി പറഞ്ഞേന്നറിയോ? പക്ഷെ നടന്നില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. കൂടോത്രം 2 പ്ലാൻ ചെയ്യുന്നുണ്ട്. ആണല്ലേ? സീക്വൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അപ്പൊ ശരിയാക്കാം. ഇതിനെക്കാട്ടിലും വലിയൊരു അപ്പൊ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. പക്ഷെ ആശാൻ നമ്മളെക്കാട്ടിലും ഇതായതുകൊണ്ട് പാവം പോലെ നോക്കുന്നു. പാവം പോലെ എന്നുള്ളതിലാണ് അതിന്റെ. ഇനി അങ്ങനത്തെ പ്രൊജക്ട് വരുമ്പോ തന്നെ നോക്കും അല്ലേ? ഇന്റർവ്യൂവിന് വരെ ചോദിച്ചു. ഈ ഇന്റർവ്യൂവിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ അടുത്ത് അത് അറ്റത്ത് കൊണ്ടുവന്ന് ഇരുത്തി തന്നെ. ഇത്ര ദൂരേക്ക് ശ്രീജിത്ത് ഉണ്ടെങ്കിൽ അല്ലാണ്ട് ഇപ്പൊ ലക്ഷ്മിയുടെ അടുത്തിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ ഒന്നുമില്ല. എന്റെ അടുത്തുനിന്ന് എത്രയും അകലെ ഇരിക്കുക എന്നുള്ള മാത്രമേ ഉദ്ദേശമുള്ളൂ. ഓക്കെ. ലക്ഷ്മി നമ്മൾ ബിഗ് ബോസിൽ ഇരിക്കുമ്പോഴെല്ലാം സിനിമ ഞാൻ ചെയ്തു, എനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഇതെല്ലാം പറയുന്നുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കേട്ട സിനിമ ഇതായിരുന്നു. അപ്പൊ 2 മൂവീസും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ പോകുന്ന. റിയാലിറ്റി ഇതിന്റെ ഷൂട്ടിംഗ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു. ഫസ്റ്റ് ഫ്രണ്ട് റിലീസ് ഡേറ്റ് അറിയാം. ഇതിന്റെ ഇപ്പൊ എനിക്ക് അറിയാതിരിക്കും. അപ്പൊ ഞാൻ അകത്തിരുന്നിട്ട് എപ്പോഴാ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. ഫസ്റ്റ് മൂവി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിയേറ്ററിൽ. ഇതെങ്കിലും അങ്ങനെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തില് ഞാൻ കമ്പാരിറ്റീവ്ലി ന്യൂ കമറാണ്. അവിടെ അടങ്ങി ഒതുങ്ങി എല്ലാവരും അധികം മിണ്ടുന്നൊന്നും ഇല്ല. അങ്ങനെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ കാര്യങ്ങള്. അങ്ങനെ എനിക്കൊരു
പഠിക്കുന്ന ഒരു സ്കൂൾ പോലത്തെ ഒരു മൂവിയായിരുന്നു. അവരുടെ എല്ലാ ആക്ടിങ്ങും എല്ലാം കണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലും പഠിച്ചത്. എന്നാ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സജിതയുടെ എന്താ പഠിച്ചത്? മേക്കപ്പ് ചെയ്യുമ്പോ ശ്രദ്ധിക്കണം, കണ്ണിന് എന്തോ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂറ്റിയുടെ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ എടുത്ത് വെക്കണം. ഓർണമെന്റ്സ് ഒക്കെ തപ്പി ഒരു ദിവസം ഇങ്ങനെ കരവാനിൽ കയറിയിട്ട് ബോക്സ് ഇങ്ങനെ നാഗവല്ലി തപ്പുന്നതൊക്കെ തപ്പും, എന്നിട്ട് മാല എന്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ നമ്മൾ നോക്കേണ്ട സാധനങ്ങളൊക്കെ നോക്കി വെക്കണം. നമ്മളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ്. അതൊക്കെയാണ് ചേച്ചി പഠിച്ചത്. ഓക്കെ, ശ്രീധരന്റെ അടുത്തുനിന്നോ? പുള്ളി ഭയങ്കര പക്കാ പ്രൊഫഷണൽ, ലൈക്ക് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ആ ക്യാരക്ടറിലോട്ട് അങ്ങോട്ട് മാറിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു അറിഞ്ഞത് കേട്ട് പഠിക്കും. ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പുള്ളി ഡയറ്റ് ഭയങ്കരമായിട്ട് നോക്കും. അത് ഞങ്ങൾ അവിടെ നിന്നുള്ള സെറ്റിൽ നിന്നുള്ള ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എഗ് വൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നോക്കി തന്നെ ഫുഡ് കഴിക്കണം. കണ്ട, എന്നാൽ സാക്ഷാൽ നമ്മുടെ അലൻസിറേട്ടന്റെ അടുത്തുനിന്നോ? വളരെ ദയനീയമായി നോക്കുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഞാൻ ഫസ്റ്റ് ദിവസം വന്നപ്പോഴത്തേക്കും ഒരു കാറിലായിരുന്നു നമ്മൾ അങ്ങോട്ട് സെറ്റിലോട്ട് പോകുന്നത്. അന്നേ സംസാരിച്ചപ്പോഴത്തേക്കും ഞാനപ്പോ ഒത്തിരി റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒത്തിരി സീനിയർ ആയതുകൊണ്ട് സംസാരിക്കും. അപ്പൊ ആള് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ലക്ഷ്മി തമാശയായിട്ട് എടുത്തു എന്നാണ്. നമ്മളൊരു സീനിയർ സീരിയസ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. കാര്യമാണല്ലോ, ഒരു പേടിയായിരിക്കും അങ്ങനത്തെ ഒരു ഇത്. അങ്ങനൊന്നും ഇല്ല. കൂടെ നമുക്ക് കൂളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലായി. ഡൗൺ ടു എർത്ത്. അവരൊക്കെ വളരെ കംഫർട്ടബിൾ ആക്കും, നമ്മളെ കംഫർട്ടബിൾ ആക്കില്ല. അത് വിഷയം ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞില്ല. പൊതുവെ ചേട്ടൻ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും കഥാപാത്രത്തിനാണോ കൂടുതലും അപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുക? നോക്കാറുണ്ട്. ഉണ്ട്. ഓക്കെ. എനിക്ക് ചെറുതും വലുതൊന്നുമില്ല. എന്റെ കഥാപാത്രവും നോക്കും, സൗഹാർദ്ദവും നോക്കും. സൗഹാർദ്ദത്തെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച വേഷമുണ്ട്. കമ്മിറ്റി പാടം. രാജുവിനോട് പറഞ്ഞു കമ്മിറ്റി പാടത്തിൽ എനിക്ക് വേഷമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഫ്രെയിമിലൂടി ഒരു പശുവിനെ അടിച്ചുകൊണ്ടങ്ങ് പോകും, നിങ്ങൾ ഷൂട്ട് ചെയ്താൽ കാണാം. നിങ്ങൾ എവിടെ ഫ്രെയിം വെച്ചാലും ഞാൻ അവിടെ വന്ന് നിൽക്കും ആ പശുവായിട്ട്. അങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയാണ് എന്തറ്റം വരെയും പോവും. എനിക്ക് വേഷം കിട്ടണം. എന്റെ സുഹൃത്ത് ചെയ്യുന്ന സിനിമയില് എനിക്ക് വേഷമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്ത് ആക്ടറാണ്, എന്റെ സുഹൃത്താണ്. ഒരു ആക്ടർ അംഗീകരിക്കാത്ത ഒരു സുഹൃത്താണ്. അയാള് സത്യസന്ധമായിട്ട് പറഞ്ഞു മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ നിവൃത്തിയില്ല. അതുപോലെ ഇങ്ങനെ മുമ്പിൽ വന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റും. ഇതുപോലെയാണോ ബൈജുവിന്റെ അടുത്ത് പറഞ്ഞത്? അതിനുള്ള പണിയാണ് മലയാളം മുകളിൽ. ലക്ഷ്മി ആണെങ്കിൽ ഇപ്പം അവിടെ നിന്ന് ഇപ്പം എന്താ പറയാ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്നും ഇറങ്ങി വന്ന് എല്ലാവരുടെ ഇടയിൽ പെട്ടെന്നൊരു സെലിബ്രിറ്റിയായി എല്ലാവരും അറിയുന്നു. അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ സ്വന്തമായിട്ട് ഒരു മൂവിയുടെ ഭാഗമാകുന്നു. ആ ഒരു സന്തോഷം എങ്ങനെയാ ഇപ്പൊ? എനിക്ക് അങ്ങനെ സെലിബ്രിറ്റി ആയി എന്നുള്ളൊരിത് എനിക്ക് ഉള്ളില് ഓക്കെ ആയിട്ടില്ല. ലൈക്ക് അതുമായിട്ട് ഞാൻ അങ്ങോട്ട് ആയിട്ടില്ല. ഞാൻ സാധാരണ പോലെ തന്നെ പോകുന്നേ ഉള്ളൂ. പിന്നെ ഗെയിം ആയിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ആൾക്കാര് ലൈക്ക് വന്ന് സംസാരിക്കുന്നത് അതൊക്കെ സന്തോഷമുള്ള കാര്യം. പിന്നെ എന്താണ്, ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. ലൈക്ക് ആ ഒരു ചേഞ്ച് തോന്നുന്നുണ്ട്. മൂവി ചെയ്ത് വെച്ചതുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും ലൈക്ക് ഇതിന്റെ ഒരു അറിയാം എന്തായാലും ഉടനെ ഉണ്ടാവും എന്നുള്ളത്. അതൊരു സന്തോഷം. എന്താണ്, ഒരു ബോണസ് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്കും ആർക്കും എന്നെ അറിയാൻ ചാൻസ് ഇല്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അത് ഓഫ് കോഴ്സ് അതിന് പോയതുകൊണ്ടാ. മൂവി ചെയ്യുമ്പോൾ പോലും എനിക്ക് ഒരു സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല അതിൽ പോകുന്നോ, അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എത്ര പടം ചെയ്തു? ഞാൻ 200 പടത്തിന്റെ മുകളിൽ 200 പടം ചെയ്തു. ഒരു ബിഗ് ബോസിൽ പോയി അഭിനയിച്ചാൽ അല്ലല്ല, അത് അഭിനയിക്കും അല്ലല്ലോ, അതിനകത്ത് നമ്മുടെ പക്ഷെ ഷോയില് ലൈക്ക് ആക്ടേഴ്സ് ആയിട്ടുള്ളവർ വരുമ്പോ ഒന്നും ആരും അറിയപ്പെടാത്ത ഒരാൾ പോകുന്ന മാതിരി അല്ല. കുറച്ച് പേരും പ്രശസ്തി ഉള്ളവർ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കോഷ്യസ് ആണോന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ലൈക്ക് നെഗറ്റീവായിട്ട് പുറത്തോട്ട് വരരുതല്ലോ. എനിക്കൊക്കെ ആണെങ്കിൽ പോകുമ്പോഴത്തേക്കും ആർക്കും അറിയത്തില്ല. ഇപ്പൊ കുറച്ചു പേർക്ക് അറിയാന്നുള്ളൊരു കാര്യമായിട്ടാണ് പുറത്തോട്ട് വരുന്നത്. പക്ഷെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പോകുമ്പോൾ അവര് എന്താണ് പുറത്തോട്ട് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയൊരു ഇളക്കം തോന്നുന്നു. അടുത്ത സീസണിൽ വിളിച്ചാൽ ചേട്ടാ പോകും. ചേട്ടാ ചേട്ടന് താല്പര്യമുണ്ടോ? സംസ്കൃതത്തിലാണെങ്കിൽ സംസ്കൃതത്തിലാണെങ്കിൽ
അപ്പൊ ഞാൻ അത്ര സംസ്കാരമില്ലാത്ത മനുഷ്യനല്ല. മലയാളം പറഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിൽ അഭിനയിക്കില്ല. സംസ്കൃത ഭാഷയിൽ എന്നാണോ ബിഗ് ബോസ് ചെയ്യുന്ന അന്ന് ഞാൻ പോയി. അന്ന് പോലെ ഒരേ സമയത്ത് ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്താലും അതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും ഉണ്ടല്ലേ. സോ ഇങ്ങനത്തെ ഇമോഷൻസ് അറ്റ് സെയിം ടൈമിൽ വരുമ്പോൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഈ ഷോയിൽ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോവാണ്. അത് കോ കണ്ടസ്റ്റൻസ് ആവട്ടെ, പൊതുജനങ്ങള് അല്ലെങ്കിൽ കമന്റ്സിലായാലും ഒക്കെ ജഡ്ജ് ചെയ്യാൻ പോവാ. എല്ലാവർക്കും 100% എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. കുറച്ച് പേർക്ക് ഹേറ്റഡ് ഉണ്ടാവും. അത് ഹാൻഡിൽ ചെയ്യാനുള്ള മെനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി. ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. അതൊക്കെ ആ ഒരു രീതിയിൽ എടുക്കാറുള്ളൂ. ലൈക്ക് ഞാൻ എങ്ങനെയാണോ അങ്ങനെ അവർക്ക് അറിയാത്തോണ്ടല്ലേ ഓരോരോ കമന്റ്സ് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബോധർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ചിലത് എനിക്ക് പിന്നെ ടൈം ഉണ്ടെന്ന് തോന്നി ജോക്കായിട്ട് ഞാൻ ചിലതിനൊക്കെ പോയിട്ട് വെറുതെ ഇങ്ങനെ വള്ളി പിടിക്കാൻ പറ്റത്തില്ലേ, പോയിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്റെ മൂഡ് അനുസരിച്ച്. നമ്മളെ എഫക്ട് ചെയ്യാൻ പാടില്ല ശരിക്കും. അത് വെച്ചിട്ടല്ല നമ്മളെ തന്നെ സ്വയം വിലയിരുത്തുന്നത്. നമ്മൾ എന്താന്ന് നമുക്കറിയാം, അങ്ങനെ പോവുക. അപ്പൊ എനിക്ക് പറ്റില്ല. പറ്റൂല. ചേട്ടൻ മെന്റലി ഭയങ്കര സോഫ്റ്റ് ആൻഡ് വീക്ക് ആണ്. അപ്പൊ എന്തായാലും പറ്റൂല. ഞാൻ പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ അലഞ്ചാറിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഈ കൂടോത്രം ഞാൻ പരമാവധി ശ്രമിച്ചു. ഞാൻ പറഞ്ഞില്ലേ തിരിച്ചടിച്ചു. അപ്പൊ തിരിച്ചടിക്കാത്തൊരു സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് നിൽക്കുക. പല സ്ഥലത്തും നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒരു സാധ്യത എനിക്ക് തോന്നി. കാരണം അത് ഒരാൾക്കത് കൊടുത്താൽ അത് ഏൽക്കും എന്നുള്ള സ്ഥലത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ഞാൻ ഇവിടെ ഒരാൾക്ക് ഞാൻ ഒരു കൂടോത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അലഞ്ചേരന്റെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ലക്ഷ്മിക്ക് സ്വന്തം ഭാര്യക്ക് കൊടുക്കില്ല. ഭാര്യക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട് പ്രശ്നമല്ലേ. അവൻ ആർക്കും വേണമെങ്കിലും കൊടുക്കും. ആണോ? സ്വന്തം ഭാര്യയ്ക്കല്ല, അപ്പനും ആ ഭൂമിക്ക് വരെ അവൻ കൊടുക്കും. അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നോ. അവിടെ ഇരിപ്പുണ്ട്, താഴെ നോക്കി കൂടത്ര ഇരിപ്പുണ്ട്. ആദ്യത്തെ ഇന്റർവ്യൂ ആണോ? വേറെന്തോ പണി കയ്യിലെടുത്തോ. ഇത് എന്റെ ചെയറിന്റെ അടിയിൽ വെച്ചത് പറഞ്ഞ ഞാൻ ഇനി കൈ കൊണ്ടെടുക്കണോ? ധൈര്യമായിട്ടെടുത്തോ. പലരും പലതും പറയും. തന്റെ ഉണ്ടെങ്കിൽ കൂടെ എത്രത്തിൽ വിശ്വാസമില്ലെങ്കിൽ വലുതേ കൊണ്ടെടുക്ക്. കൂടോത്രായിരിക്കും. വലുത് കൈ കൊണ്ടാണെങ്കിൽ പുഴകത്തായിരിക്കും. എടുക്കരുത്. കല്യാണരാമനകത്തത് എടുത്തു കഴിഞ്ഞിട്ടാ വണ്ടി ഇടിച്ച് മരിക്കുന്നല്ലേ. എടുക്കരുത്, തുടരുത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിലുള്ള പവറാണ് ഈ നേരത്തെ പറഞ്ഞ ഈ കൂടോത്രം വിശ്വാസം. ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഒരു കൂടോത്രം വെച്ചു. അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ക്യാൻസൽ ആയി പോകും. വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. പക്ഷെ ധൈര്യം ഉണ്ടെങ്കിൽ വന്നെടുക്കും. ഞാൻ എടുത്തരാം. ഒരു വിശ്വാസമില്ല. ഞാൻ അവസാനം അങ്ങനെ കൊണ്ട് എടുപ്പിച്ചു. അവിടെയും കൂടോത്രം വെച്ചോ, കയ്യിൽ വെച്ചു, വെക്കാനുണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇത് ഓരോ വരയ്ക്കൊരു അർത്ഥമുണ്ട്. അപ്പൊ എന്തായാലും ഇത് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും പിടിച്ചു കഴിഞ്ഞിട്ടില്ല എന്റെ കയ്യിലേക്ക് വരുന്നത്. ഒരു ഓംലെറ്റ് അടിച്ച് കഴിക്കും. ഒരു ഓംലെറ്റ് അടിച്ച് കഴിക്കും. അപ്പൊ എന്തായാലും ഇതിന് പേടി ഉണ്ടെങ്കിൽ ഇതിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ കൂടോത്രം പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ കൂടോത്രം ഏൽക്കാതിരിക്കാനുള്ള ഗിഫ്റ്റാണ്. സുൽത്താൻ വാച്ചസിന്റെ വക ഒരു ഗിഫ്റ്റാണ്. അതിനുള്ള ബഡ്ജറ്റില്ല. സത്യത്തിൽ അതല്ല ഇനി ഇത് കെട്ടി ഈ വാച്ചിട്ടിട്ടായിരിക്കും എനിക്ക് അടുത്ത കൂടോത്രം വരാൻ. സമയം നല്ല സമയം. അതെ, നല്ല സമയമായിരുന്നു ഈശ്വര. ഏത് സമയത്താണോ? എന്തായാലും അങ്ങനെ പണി കൊടുത്തും പണി വാങ്ങിച്ചും ഒക്കെ കൂടോത്രം ഫൈനലി ഫെബ്രുവരി 12 നമ്മുടെ തിയേറ്ററിലേക്ക് എത്തുന്നു. എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ ചേട്ടനൊക്കെ ഉദ്ദേശിച്ച് വന്ന പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ പറ്റി. അതിന് നല്ല രീതിയിൽ അതിന്റെ ഒരു ഔട്ടും കൂടെ വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. Thank you so much. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.